നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് ദർ എ ജനറൽ മെത്തേഡ് ടു കമ്പ്യൂട്ട് ദ സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ് ലൈക്ക് 1.5, 2.5, 3.5, etc. എക്സ്പ്ലെയിൻ ഇറ്റ് യൂസിങ് ഓൾജിബ്ര. അപ്പോൾ എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? 1.5, 2.5, 3.5 അങ്ങനെ പോകുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് ജനറൽ ആയിട്ട് എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് എങ്കിൽ അത് ഓൾജിബ്ര വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് ആരൊക്കെയാണ്? 1.5 ഉണ്ട്, 2.5 ഉണ്ട്, 3.5 ഉണ്ട്, അങ്ങനെ എക്സെട്ര അല്ലേ. ഇവരുടെയൊക്കെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് ജനറൽ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് നമുക്ക് അറിയാവുന്ന രീതിയിൽ ഇതിൻ്റെ ഒന്ന് സ്ക്വയർ കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ 1.5 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 + 1/2 അല്ലെങ്കിൽ 1 + ½ എന്ന് പറയാലോ. 1ഉം ഒരു ഹാഫും കൂടി ചേരുമ്പോഴാണ് 1.5 ആകുന്നത്. അപ്പോൾ 1ഉം ഒരു ഹാഫും കൂടി കൂട്ടിച്ചേർത്തു, 1 + ½ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, 1 + ½ ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് ആരെ എഴുതാം? 1.5 ദ ഹോൾ സ്ക്വയറിനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇതിപ്പോ x + y ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലായല്ലോ. ഓക്കെ, ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാം. അപ്പോൾ ഇതെങ്ങനെയായിരുന്നു? ആദ്യം നമ്മൾ 1 സ്ക്വയർ എടുക്കുക, പ്ലസ് 1/2ന്റെ സ്ക്വയർ എടുക്കുക, പ്ലസ് ഇവർ രണ്ടുപേരുടെയും പ്രോഡക്റ്റ് എടുക്കുക, അതിൻ്റെ ട്വൈസ് എടുക്കുക. 2 × 1 × 1/2 എന്ന് കിട്ടും. അപ്പോൾ ബാക്കിയുള്ളതിനെ മിസ് കളയുവാണ്, നമുക്ക് പിന്നീട് കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കുക, എന്താ വരുന്നത്? 1 സ്ക്വയർ 1 ആണ്. 1/2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/4 ആകും. ഇനി ഈ ഒരു 2ഉം ഈ ഒരു 2ഉം ക്യാൻസൽ ആയി അല്ലേ. 2/2 ആണ്, അപ്പോൾ 1 ആയിട്ട് മാറിക്കോളൂ അത്. അപ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ആയി. ബാക്കി ഇവിടെ എന്തുണ്ട്? ഒരു 1 ഉണ്ട്. ഓക്കെ, 1 + 1 എത്രയാണ്? 2 ആണ്. 2 + 1/4 എന്ന് നമുക്കിതിനെ കിട്ടി. ഓക്കെ, 1.5 ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 + 1/4 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിനെ 2 1/4 എന്ന് എഴുതാം അല്ലേ. 2 + 1/4ഉം 2 1/4 എന്ന് പറയുന്നതും സെയിം ആണ് അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇതിനെ എഴുതാം. ഇനി ഇതുപോലെ 2.5 ദ ഹോൾ സ്ക്വയർ എന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതെന്ത് വരും? 2.5നെ നമുക്ക് 2 + 1/2 എന്ന് എഴുതാം. ഇതിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പം നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ എന്തെഴുതാം? 2 സ്ക്വയർ പ്ലസ് അടുത്ത ആരാണ്? 1/2ന്റെ സ്ക്വയർ എടുക്കുക. ഇനി ഇവരുടെ പ്രോഡക്റ്റിൻ്റെ ട്വൈസ് എടുക്കുക. ഓക്കെ, 2 × 2 × 1/2. ഇത് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? 2 സ്ക്വയർ 4 ആണ്. പ്ലസ് ഇത് എത്ര വരും? 1/4 വരും. പ്ലസ് ഇവിടെ ഒരു 2 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു 2 ഉണ്ട്, അത് ക്യാൻസൽ ആയിപ്പോയി. ബാക്കി ആരാ ഉള്ളത്? 2 ആണ്. 4 + 2 എത്രയാണ്? 6 അല്ലേ. 6 + 1/4 എന്ന് ഇതിന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 6 1/4 എന്ന് എഴുതാം. ഇനി നമുക്ക് 3.5 ദ ഹോൾ സ്ക്വയർ കൂടി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 3 + 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇതിനെങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്? 3 സ്ക്വയർ എടുക്കുക, പ്ലസ് 1/2ന്റെ സ്ക്വയർ എടുക്കുക, പ്ലസ് ഇവരുടെ പ്രോഡക്റ്റിൻ്റെ ട്വൈസ് എടുക്കുക. അപ്പോൾ 2 × 3 × 1/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി 3 സ്ക്വയർ എത്രയാണ്? 9 ആണ്. പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 1/4 പ്ലസ് 2ഉം 2ഉം ക്യാൻസൽ ആയി. ബാക്കി ഇവിടെ 3 ഉണ്ട്. ഓക്കെ, 9 + 3 ആരാണ്? 12 ആണ്. 12 + 1/4 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇതിന് നമുക്ക് 12 1/4 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ 1.5 ദ ഹോൾ സ്ക്വയറും 2.5 ദ ഹോൾ സ്ക്വയറും 3.5 ഹോൾ സ്ക്വയർ ഒക്കെ കണ്ടുപിടിച്ചല്ലേ. എന്ത് വെച്ചിട്ടാണ്? x + y ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു ഐഡന്റിറ്റി വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് ആൻസറിന് മാത്രം ഒന്ന് എടുത്തെഴുതാം. 1.5 ദ ഹോൾ സ്ക്വയർ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ആരെയാണ്? 2 + 1/4 അല്ലെങ്കിൽ 2 1/4. 2 + 1/4 എന്ന് തന്നെ നമുക്ക് എഴുതാം. ഇതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി
2½ the whole square എടുത്തപ്പോൾ നമുക്ക് ആരെയാണ് കിട്ടിയത്? 6 1/4 അല്ലെങ്കിൽ 6 + 1/4 നമുക്ക് കിട്ടിയത്. ഇനി 3½ the whole square എടുത്തപ്പോഴോ ആരെയാണ് നമുക്ക് കിട്ടിയത്? 12 + 1/4 കിട്ടിയത്. അപ്പൊ ഇവിടെയൊക്കെ നോക്കിക്കേ, ഈ 1/4 എന്ന് പറയുന്ന ആള് എല്ലായിടത്തും വന്നിട്ടുണ്ട് അല്ലേ? +1/4 +1/4 +1/4. അങ്ങനെ നമ്മളിനി ഏതിനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും +1/4 അവിടെ കോമൺ ആയിട്ടുള്ള ആളാണ്. അതെന്തുകൊണ്ടാണ് ആ ഒരു +1/4 അവിടെ വന്നത്? ഇവിടെ എല്ലായിടത്തും 1/2 വന്നിരിക്കുന്നതുകൊണ്ടാണ് ഈ 1/2ന്റെ സ്ക്വയർ ആയിട്ട് ഈ സൈഡിൽ എല്ലായിടത്തും 1/4 വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ അത് ഓക്കെയാണ്. 1/4 എല്ലായിടത്തും ഉള്ള ടേമാണ്. ഇനി ഈ 2 6 12 ഇവരെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? എങ്ങനെയാണ് ഇവർ വന്നത്? അതൊന്ന് നോക്കാം അല്ലെ. ഇവിടെ 1 വന്നപ്പോഴാണ് നമുക്ക് ഇവിടെ എന്ത് വന്നേ? 2 വന്നത് അല്ലെ. 1 എപ്പോഴാണ് 2 ആവുന്നത്? ഇവിടെ 1നെ 2 ആക്കാൻ പറ്റുന്നേ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 2 കിട്ടുന്നത് അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 2 + 1/4 എന്ന് എഴുതാം അല്ലെ. 1 × 2 അല്ലെ. 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 2 + 1/4 എന്ന് എഴുതാം. ഇതുപോലെ നോക്കുക, ഇവിടെ 2 വന്നപ്പോൾ ഇവിടെ എന്തായി? 6 ആയി. ഓക്കെ, 2 എപ്പോഴാണ് 6 ആവുന്നത്? 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 6 കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 6ന് പകരം 2 × 3 എന്ന് എഴുതാലോ. ഓക്കെ, അതുപോലെ ഇവിടെ 3 വന്നപ്പോ ഇവിടെ എന്തായി? 12 ആയി. ഓക്കെ, 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12 കിട്ടുന്നതെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോർമുലയിലാണ് നമ്മുടെ എന്ത് പോയിക്കൊണ്ടിരിക്കുന്നത്? പാറ്റേൺ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. 1½ the whole square-നെ നമുക്ക് എന്ത് ചെയ്യാം? 1ന്റെ തൊട്ടടുത്ത് വരുന്ന നമ്പർ. ഓക്കെ, 1ന്റെ തൊട്ടടുത്ത് വരുന്ന നമ്പർ ആരാണ്? 2 ആണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1/4 ആഡ് ചെയ്യുക. ഇനി 2½ the whole square കിട്ടാനായിട്ട് എന്ത് ചെയ്യുക? 2ന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആള് ആരാണ്? 3 ആണ്. 2 × 3 ചെയ്യുക, 1/4 ആഡ് ചെയ്യുക. ഇനി 3½ the whole square കണ്ടുപിടിക്കണം. അതിനായിട്ട് എന്താ ചെയ്യണ്ടേ? 3യുടെ തൊട്ടടുത്ത് കിടക്കുന്ന ആള് അതാരാണ്? 4 ആണ്. അപ്പൊ 3യും 4ഉം മൾട്ടിപ്ലൈ ചെയ്യുക, 1/4 ആഡ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ മിസ് ചോദിക്കട്ടെ, 4½ the whole square നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു പാർട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മളിപ്പോ പറഞ്ഞ ആ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 4½ the whole square-നെ എങ്ങനെ എഴുതാം? 4ന്റെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 4 × 5 ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യുന്നേ? 1/4 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ആ ഒരു മെത്തേഡ് ക്ലിയർ അല്ലേ? ഇനി ഇതുപോലെ 5 1/2ന്റെ whole square നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 5ന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആള് ആരാണ്? 6 ആണ്. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1/4 ആഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ പാറ്റേൺ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നും മനസ്സിലായി ഇതെങ്ങനെയാണ് സ്ക്വയർ ചെയ്ത് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫോമിൽ വരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നമ്മൾ ഒരു എളുപ്പപ്പണി ഇവിടെ പറഞ്ഞല്ലേ. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഓൾജിബ്ര വെച്ചിട്ട് പ്രൂവ് ചെയ്ത് കാണിക്കണം. എപ്പോഴും ഇത് ശരിയാണ് എന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഓൾജിബ്ര വെച്ചിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ നമ്പേഴ്സിനൊക്കെ എക്സിന്റെ ഫോമിലേക്ക് മാറ്റണം അല്ലേ. അപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് മാറ്റേണ്ടത് ഈ നമ്പേഴ്സിനെയാണ്. 1 1/2, 2 1/2, 3 1/2, 4 1/2, 5 1/2 ഇങ്ങനെ വരുന്ന ഈ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പൊ ഇവിടെ എല്ലാം ഈ 1/2 എന്ന് പറയുന്ന ആള് കോമൺ ആയിട്ട് വരുന്ന ആളാണ്. അപ്പൊ അയാളെ നമുക്ക് മാറ്റണ്ട. ഓക്കെ, പക്ഷേ ഈ ഫസ്റ്റ് ടേം നോക്കിക്കേ, 1 ആയിരുന്നു, 2 ആയിരുന്നു, 3 ആയിരുന്നു, 4 ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടേമില് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ആ ഫസ്റ്റ് ടേമിനെയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ 1 1/2നെ നമുക്ക് എങ്ങനെ എഴുതാന്ന് പറഞ്ഞു? 1 + 1/2 എന്ന് എഴുതാം. അതുപോലെ 2 1/2നെ നമുക്ക് 2 + 1/2 എന്ന് എഴുതാം. ഇവിടെ ഈ 1/2ല് ചേഞ്ച് ഒന്നുമില്ല. 1 2 3 അവരിലാണ് ചേഞ്ച് വരുന്നത്. അപ്പൊ ഇവർക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സ് എന്ന് കൊടുക്കാണ്. അപ്പോ നമ്മുടെ നമ്പർ എന്തായിട്ട് മാറി? x + 1/2 ആയിട്ട് മാറി. ഓക്കെ,
ഇനി ഇതിന്റെ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ ഇതിന്റെ സ്ക്വയർ എന്ന് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിൽ ആയിട്ടുണ്ട് ഇത്. ഇനി അത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എന്തായിരിക്കും വരുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ, 1/2 the whole square plus twice the product of these numbers, that is 2 into x into 1/2. Okay, ഇതെന്തായിരിക്കും കിട്ടുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 1/4 പ്ലസ് ഈ 2 ക്യാൻസൽ ആയി പോവും അല്ലേ? ബാക്കി ആരുണ്ട് ഇവിടെ? എക്സ് ഉണ്ട്. ഓക്കെ, ഇനി ഈ എക്സ് സ്ക്വയറിനെയും എക്സിനെയും മിസ് ഒന്ന് അടുത്തടുത്ത് എഴുതുവാണ്. അപ്പൊ എന്താ വരുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/4 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെയും എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് ഒരു എക്സിനെ പുറത്തെടുത്ത് എഴുതാം. ഓക്കെ, അപ്പൊ എക്സിനെ മിസ് കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഒരു എക്സിനെ ഈ എക്സ് സ്ക്വയറിൽ നിന്നും നമ്മൾ മാറ്റി. അങ്ങനെയാണെങ്കിൽ ബാക്കി അവിടെ എന്താ ഉള്ളത്? ഒരു എക്സ് ബാക്കിയുണ്ട് അല്ലേ? ആ എക്സിനെ അവിടെ കൊടുത്തു. പ്ലസ് ഇവിടെ നിന്നും ഒരു എക്സിനെ മാറ്റി. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇവിടെ ആരാ ഉള്ളത്? 0 ആണോ? അല്ല. ആരാ ഉള്ളത്? 1 ആണ് ഇവിടെ ഉള്ളത്. കാരണം എന്തുകൊണ്ടാണ്? എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 into x ആണ് ഈ എക്സ് എന്ന് പറയുന്നത്. അപ്പോ എക്സിനെ നമ്മൾ മാറ്റിയാല് ബാക്കി അവിടെ ഉള്ളത് ആരാണ്? 1 ആണ്. ഓക്കെ, ഇനി ബാക്കിയുള്ള ആള് 1/4 ആണ്. ഇതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ആള് 1/4 ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്കിപ്പോ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന. നോക്കിയേ, എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് എക്സിനെയും എക്സിന്റെ തൊട്ടടുത്ത് വരുന്ന നമ്പർ, അതല്ലേ ഈ എക്സ് പ്ലസ് 1, അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? 1/4 ആഡ് ചെയ്യുക. ഈ സെയിം കാര്യം തന്നെയല്ലേ നമ്മളിവിടെ പറഞ്ഞത്. 5 1/2 ഹോൾ സ്ക്വയർ കിട്ടാനായിട്ട് 5ന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആള്, അതായത് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1/4 ആഡ് ചെയ്യുക. സെയിം കാര്യം തന്നെ ഓൾജിബ്രിക്കലി നമുക്ക് പ്രൂവ് ചെയ്ത് കിട്ടി അല്ലെ? എന്താ കിട്ടിയത്? എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? എക്സിനെ എക്സിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? 1/4നെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Given below is a method to calculate 37 square. എന്താണ് കൊടുത്തിരിക്കുന്നത്? 37ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. നമുക്ക് 37ന്റെ സ്ക്വയർ ആണ് വേണ്ടത്. അപ്പൊ അതിനാദ്യം തന്നെ എന്താ ചെയ്തിരിക്കുന്നത്? 3യുടെ സ്ക്വയർ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടി? 900 എന്ന് കിട്ടി. ഇനി രണ്ടാമത് ചെയ്തിരിക്കുന്നത് എന്താണ്? 3യുടെയും 7യുടെയും പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നു, അവരുടെ ട്വൈസ് എടുക്കുന്നു. അതാണ് സെക്കൻഡ് മെത്തേഡ്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിൽ അതാ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് എത്ര കിട്ടി? 420 എന്ന് കിട്ടി. ഇനി ലാസ്റ്റ് എന്താ ചെയ്തിരിക്കുന്നത്? ഈ 7ന്റെ സ്ക്വയർ എടുത്ത് എഴുതി 49. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവരെല്ലാവരെയും കൂടി ആഡ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. 1369. അപ്പൊ 37ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1369 ആണ് എന്ന് നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് കിട്ടി. ഓക്കെ, ഇത് നമ്മുടെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ടിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. ചെക്ക് ദിസ് ഫോർ സം മോർ 2-digit നമ്പേഴ്സ്. അപ്പോൾ വേറെ 2-digit നമ്പേഴ്സ് ഒക്കെ രണ്ടക്ക സംഖ്യകളിലൊക്കെ ഈ രീതി ഒന്ന് പരീക്ഷിക്കണം നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതി ശരിയാവുന്നുണ്ടോ, ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിസ് ഒരു നമ്പർ എടുക്കുകയാണ്. നമുക്ക് വേണ്ടത് 2-digit നമ്പറാണ്. അപ്പോൾ 54 എന്ന് പറയുന്ന 2-digit നമ്പർ എടുത്തു. നമുക്ക് വേണ്ടത് എന്താണ്? 54ന്റെ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാലോ. എന്താ ഇവിടെ ആദ്യം ചെയ്തത്? 3യുടെ സ്ക്വയർ എടുക്കുന്നു. ഓക്കെ, 37 ആയപ്പോൾ ആദ്യം ചെയ്തത് എന്താണ്? 3യുടെ സ്ക്വയർ എടുക്കുന്നു, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും വരുന്നത്? 5ന്റെ സ്ക്വയർ എടുക്കുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ് നമുക്കറിയാം.
അതിനെ 100 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. എത്ര കിട്ടും? 2500 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് എന്താ ചെയ്തിരിക്കുന്നത്? 3നെയും 7നെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ ട്വൈസ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? 5ന്റെയും 4ന്റെയും പ്രൊഡക്റ്റ് എടുക്കുക. ഓക്കെ, 5 × 4 ചെയ്യുക, ഇതിൻ്റെ ട്വൈസ് എടുക്കുക. അപ്പോൾ എത്ര വരും? 5 × 4 എത്രയാണ്? 20 ആണ്. 20 × 4 എത്രയാണ്? 40 എന്ന് നമുക്ക് കിട്ടും. 20 × 2 കേട്ടോ. 20 × 2 എത്രയാണ്? 40 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി എന്താ ചെയ്തിരിക്കുന്നത്? ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 40യെ നമ്മൾ എന്ത് ചെയ്യുക? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എത്ര കിട്ടും? 400 എന്ന് നമുക്ക് കിട്ടും. ഇനി ലാസ്റ്റ് എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? 7ന്റെ സ്ക്വയർ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വരുന്ന നമ്പർ, അതായത് 4ന്റെ സ്ക്വയർ എടുക്കണം. ഓക്കെ, അപ്പോൾ 4 സ്ക്വയർ എത്രയാണ്? 16 ആണ്. ഇനി നമുക്ക് 54ന്റെ സ്ക്വയർ കിട്ടാനായിട്ട് എന്ത് ചെയ്യുക? ഇവരെല്ലാവരെയും കൂടി ഒന്ന് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത് നോക്കിക്കേ? 6 1 9 2. ഓക്കെ, 2916 എന്ന് നമുക്ക് കിട്ടും 54ന്റെ സ്ക്വയറിനെ. ഓക്കെ, അപ്പോൾ നമ്മൾ 54ന്റെ സ്ക്വയറിനെ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പം ഇതുപോലെ ഏതൊരു 2 ഡിജിറ്റ് നമ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ വർഗം കണ്ടുപിടിക്കാനായിട്ട്, സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ഇനി വേറൊരു 2 അക്ക സംഖ്യ അല്ലേ, ഒരു 2 ഡിജിറ്റ് നമ്പർ എടുത്ത് നോക്കിയിട്ട് അത് വെച്ച് ഈ ഒരു മെത്തേഡ് വെച്ച് അതിൻ്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാ കേസിലും ഇത് തന്നെ വരും കേട്ടോ. 2 ഡിജിറ്റ് നമ്പേഴ്സ് ഏതെടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ സ്ക്വയർ ഈ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെ പറ്റുമെന്നുള്ളത് നമ്മൾ വെറുതെ പറഞ്ഞാൽ മതിയോ പറ്റുമെന്ന്? ഇല്ല അല്ലേ, അത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പം അങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണ്? ഓൾജിബ്രിക്കൽ മെത്തേഡിനെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓൾജിബ്രിക്കിൽ നമുക്കിത് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് കറക്റ്റ് യൂസിങ് ഓൾജിബ്ര. എന്തുകൊണ്ടാണ് ഇതെല്ലായിടത്തും ശരിയാവുന്നത് എന്നുള്ളത് നമ്മൾ ഓൾജിബ്ര യൂസ് ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അത് നോക്കാം. അപ്പോൾ നമുക്ക് ഓൾജിബ്ര വെച്ചിട്ട് ഇത് ചെയ്യാനായിട്ട് ആരെയാണ് വേണ്ടത്? നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെ പറ്റിയിട്ടാണ്? ഒരു 2 ഡിജിറ്റ് നമ്പറിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു 2 ഡിജിറ്റ് നമ്പറിനെ എടുക്കണം അല്ലേ. 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 2 ഡിജിറ്റ് ആണ് അവിടെ വരേണ്ടത് അല്ലേ. ഇപ്പോൾ 24 നമ്മൾ എടുത്തു, 2 ഡിജിറ്റ് നമ്പറാണ്. ഇവിടെ ഇതിൻ്റെ ഈ ഒരു നമ്പർ 2ഉം ഈ ഒരു നമ്പർ 4ഉം ആണ്. 2ഉം 4ഉം ചേർത്താൽ 24 കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഇവിടെ 1സിൻ്റെ പ്ലേസിൽ 4ഉം 10സിൻ്റെ പ്ലേസിൽ 2ഉം വരുമ്പോഴാണ് ഒരു 2 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ 24 എന്ന് പറയുന്നത് ഒരു 2 ഡിജിറ്റ് നമ്പർ ആയിട്ട് മാറുന്നത്. അതായത് 2 × 10ഉം അതുപോലെ 4 × 1ഉം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നോക്കുക, 2 × 10 20, 20 + 4 ദാറ്റ്സ് ഈക്വൽ ടു 24. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു 2 ഡിജിറ്റ് നമ്പർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 2 ഡിജിറ്റ് നമ്പറിൽ 2 അക്കങ്ങളാണുള്ളത്. ഓക്കെ, 2 നമ്പേഴ്സ് ഉണ്ട് അവിടെ. ആ 2 നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ആദ്യം വരുന്ന നമ്പറിന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടാമത് വരുന്ന നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 2 ഡിജിറ്റ് നമ്പർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ ആദ്യത്തെ നമ്പറാണ്, ഫസ്റ്റ് നമ്പറാണ് എക്സ്, സെക്കൻഡ് നമ്പറാണ് വൈ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2 ഡിജിറ്റ് നമ്പർ ഏതായിരിക്കും? എക്സിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് വൈനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അതായത് 10x + y എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ. ഇതിൽ എക്സ് ആയിരിക്കും ഫസ്റ്റ് നമ്പർ ആൻഡ് വൈ ആയിരിക്കും സെക്കൻഡ് നമ്പർ. ഓക്കെ, അപ്പം നമ്മളൊരു 2 ഡിജിറ്റ് നമ്പർ എടുത്തല്ലേ, ഏതാണ്? 10x + y. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്പർ എക്സ് ആണ്, സെക്കൻഡ് നമ്പർ വൈ ആണ് നമ്മൾ എഴുതി. ഇനി നമുക്ക് ചെയ്യേണ്ടത്
എന്താണ്? നമ്മൾ ഈ ചെയ്ത മെത്തേഡ് ഓൾജിബ്രിക്കലി നമുക്ക് പ്രൂവ് ചെയ്യണം, ഇങ്ങനെ തന്നെ കിട്ടുമെന്നുള്ളത് അല്ലേ? അപ്പൊ എന്താണ് നമ്മളിവിടെ ആദ്യം ചെയ്തേ? ആദ്യത്തെ നമ്പറിന്റെ, അതായത് 5ന്റെ സ്ക്വയർ എടുക്കുന്നു, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ നമ്പർ ആരാണ്? എക്സ് ആണ് അല്ലേ? അപ്പൊ എക്സിന്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ, എക്സിന്റെ സ്ക്വയർ എടുക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? നമ്മള് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100 എക്സ് സ്ക്വയർ എന്ന് കിട്ടും അല്ലെ? എക്സ് സ്ക്വയർ ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 100 എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി രണ്ടാമത് എന്താ നമ്മൾ ചെയ്തത്? 5നെയും 4നെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു, അവരുടെ ട്വൈസ് എടുക്കുന്നു. ഇപ്പൊ ഇവിടെ എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് നമ്പറിനെയും സെക്കൻഡ് നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു വൈ, ദാറ്റ് മീൻസ് എക്സ് വൈ. ഇതിന്റെ ട്വൈസ് എടുക്കണം. ഓക്കെ, അതായത് 2xy നമ്മൾ എടുക്കണം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ട്വൈസ് എടുത്തതിന്റെ കൂടെ 10 മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അതായത് 2xyനെ നമ്മൾ എന്ത് ചെയ്യുക? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 20xy എന്ന് കിട്ടും അല്ലെ? 20xy എന്ന് നമുക്കിതിനെ കിട്ടും അല്ലെ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് നമ്പർ ഏതാണോ അതിന്റെ സ്ക്വയർ എടുത്ത് എഴുതിയിട്ടുണ്ട് അല്ലെ? ഇവിടുത്തെ സെക്കൻഡ് നമ്പർ ആരാണ്? y ആണല്ലേ? അപ്പൊ y-യുടെ സ്ക്വയർ എടുക്കുക. ഓക്കെ, y-യുടെ സ്ക്വയർ എടുക്കുക, അതിവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ 2 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ കിട്ടാനായിട്ട്, 2 ഡിജിറ്റ് നമ്പർ ആരായിരുന്നു? 10x plus y the whole അല്ലെ? 10x plus y ആയിരുന്നു നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ. അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഇവർ തമ്മിൽ ആഡ് ചെയ്യുന്നതിനോട് ഈക്വൽ ആയിരിക്കും. അതായത് 100x സ്ക്വയർ പ്ലസ് 20xy പ്ലസ് y സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കും ഇത് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് കിട്ടിയത് ഇതിന്റെ സ്ക്വയർ ഇതായിരിക്കും എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇത് തന്നെ ആയിരിക്കോ നമ്മുടെ 10x plus y-യുടെ സ്ക്വയർ എന്ന് പറയുന്നത്? നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെ? ഇത് x plus y the whole സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് പറയാൻ പറ്റും അല്ലെ? അപ്പൊ എങ്ങനെ നമുക്ക് ചെയ്യാം? ആദ്യം ഈ ടേമിന്റെ സ്ക്വയർ എടുക്കണം, അതായത് 10x the whole സ്ക്വയർ പ്ലസ്, ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? y-യുടെ സ്ക്വയർ എടുക്കുക പ്ലസ് ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ ട്വൈസ് എടുക്കുക. 2 ഇൻറ്റു 10x ഇൻറ്റു y. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിയേ, നമുക്ക് എന്തായിരിക്കും കിട്ടുന്നേ? 10x the whole സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 10ന്റെ സ്ക്വയറും എടുക്കണം, എക്സിന്റെ സ്ക്വയറും എടുക്കണം. അപ്പൊ എത്ര വരുന്നേ? 100 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. പ്ലസ് y സ്ക്വയർ പ്ലസ് നോക്കിക്കേ 2 ഇൻറ്റു 10 എത്രയാണ്? 20 ആണ്. 20xy എന്ന് കിട്ടി. അല്ലെങ്കിൽ ഇതിന് നമുക്ക് ഇങ്ങനെയും എഴുതാലോ, 100x സ്ക്വയർ പ്ലസ് 20xy പ്ലസ് y സ്ക്വയർ. ഇങ്ങനെയും നമുക്ക് എഴുതാമല്ലോ അല്ലേ? അതായത് 20xyനെ ഇപ്പുറത്തോട്ട് എടുത്ത് എഴുതി. അപ്പൊ ഇതൊന്ന് നോക്കിക്കേ, ഈ ഒരു ടേമും ഈക്വൽ അല്ലേ? സെയിം തന്നെയാണല്ലോ നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്തപ്പോഴും ചെയ്തിരിക്കുന്നത് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഏതൊരു 2 അക്ക സംഖ്യയെയും ഏതൊരു 2 ഡിജിറ്റ് നമ്പറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരു തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദിസ് പാറ്റേൺ. ഇവിടെ നമുക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ട്. ഈ പാറ്റേൺ ഒന്ന് നോക്കുക. എന്നിട്ട് ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ്. ഈ പാറ്റേണിന്റെ അടുത്ത 2 ലൈൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാറ്റേൺ ഒന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ. പാറ്റേൺ എങ്ങനെയാണ് വന്നിരുന്നത്? 1 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ. അടുത്ത എന്താ വന്നിരിക്കുന്നത്? 2 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 4 സ്ക്വയർ. 3 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ. അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ പൊസിഷനിൽ വന്നിരിക്കുന്ന ആൾക്കാരെ ഒന്ന് നോക്കാം. 1
2 3 ഒരു ഓർഡറിലാണ് വന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് ആരായിരിക്കും വരുന്നത്? 3 കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത്? 4 ആയിരിക്കും വരുന്നത് അല്ലേ? അപ്പോൾ 4 ആയിരിക്കും അടുത്ത ആള്. അപ്പോൾ 4ന്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ അടുത്ത ലൈനാണ് മിസ് എഴുതുന്നത് 4 സ്ക്വയർ പ്ലസ് ഇവിടെ നോക്കിക്കേ 4 × 2 4 × 3 4 × 4 അങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് എല്ലായിടത്തും എന്ത് തന്നെയാണ് വന്നിരിക്കുന്നത്? 4 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 4 എന്ന് പറയുന്ന ആള് ഫിക്സ്ഡ് ആണ് അല്ലേ? അപ്പോൾ അതിലൊരു മാറ്റവും ഇല്ല. അടുത്ത കാര്യം ഇനിയായിരിക്കും 4 തന്നെ ആയിരിക്കും അടുത്തതും വരുന്നത്. ഇനി ഇവിടെ ഒരു ഇൻറ്റു ഉണ്ട്, അതിട്ട് കൊടുത്തു. ഇനി അടുത്ത ആളെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അത് നോക്കാം. അടുത്ത ആരാണ് വരുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 1 വന്നപ്പോൾ ഇവിടെ 2 വന്നു, ഇവിടെ 2 വന്നപ്പോൾ ഇവിടെ 3 വന്നു, ഇവിടെ 3 വന്നപ്പോഴോ ഇവിടെ 4 വന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുത്തത് എവിടെ നിന്നാ? 4 നിന്നാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ? അപ്പോൾ 4 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നത്? 5 ആയിരിക്കും വരുന്നത്. മനസ്സിലായോ? എങ്ങനെയാണ്? ഇവിടെ 1 വന്നപ്പോൾ 2 വന്നു അല്ലേ? അപ്പോൾ ഇവിടെ 4 വരുമ്പോൾ ഇവിടെ എന്ത് വരണം? 5 വരണം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ചെയ്തു. ഇനി റൈറ്റ് സൈഡിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ 1 വന്നപ്പോൾ ഇവിടെ 2ഉം 3ഉം ആണ് വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ 2 വന്നപ്പോൾ ഇവിടെ 3ഉം 4ഉം ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 3 വന്നപ്പോൾ ഇവിടെ 4ഉം 5ഉം വന്നു. ഓക്കെ, അപ്പം അടുത്തടുത്ത് വരുന്ന 3 നമ്പേഴ്സ് ആണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 4 വന്നപ്പോൾ ഇവിടെ 5ഉം പിന്നെ ഇവിടെ എന്താ വേണ്ടേ? 6ഉം ആണ് വരേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ആ ലൈൻ എഴുതിയല്ലോ. എങ്ങനെയാണ്? 4 സ്ക്വയർ പ്ലസ് 4 × 5 = 6 സ്ക്വയർ. ഇനി അടുത്ത ലൈന് നമുക്ക് എഴുതാമല്ലോ ഇതുപോലെ. 4ന്റെ താഴെ ആരാണ്? 5 ആണ്. അപ്പോൾ 5 സ്ക്വയർ പ്ലസ് 4 × 5 കഴിഞ്ഞാൽ 6 ഇവിടെ വരണം. അടുത്ത ആരാണ്? 7 ആണ്. അപ്പോൾ 7 സ്ക്വയർ ഇവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ 2 ലൈൻസ് കൂടി ഈ പാറ്റേണിൻ്റെ എഴുതാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ 2 പാറ്റേൺ കൂടി എഴുതി ചേർത്തിട്ടുണ്ട് അല്ലേ? 4 സ്ക്വയർ പ്ലസ് 4 × 5 = 6 സ്ക്വയർ എന്ന് പറയുന്നതും 5 സ്ക്വയർ പ്ലസ് 4 × 6 = 7 സ്ക്വയർ എന്ന് പറയുന്നതും. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? എക്സ്പ്ലെയിൻ ദ ജനറൽ പ്രിൻസിപ്പിൾ യൂസിങ് ഓൾജിബ്ര. അപ്പോൾ ഓൾജിബ്ര വെച്ചിട്ട് ഇതിൻ്റെ പൊതു തത്വം എന്താണ് എന്നുള്ളത് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ആദ്യത്തെ ആളെ തന്നെ ഒന്ന് എടുക്കുകയാണ്. 1 സ്ക്വയർ പ്ലസ് 4 × 2 = 3 സ്ക്വയർ. ഇവിടെ 1 2 3 എന്ന് പറയുന്നത് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ? അടുത്തടുത്ത് വരുന്ന 3 എണ്ണൽ സംഖ്യകളാണ്. അപ്പോൾ 1 2 3 മിസ് എടുത്തു. ഇനി ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? 1ന്റെ സ്ക്വയർ എടുത്തിട്ടുണ്ട് അല്ലേ? 1ന്റെ സ്ക്വയർ എടുത്തു. എന്നിട്ട് എന്താ ചെയ്തത്? 4 കൊണ്ട് 2വിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇവരെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. എന്താ ചെയ്തേ? ആദ്യത്തെ ആളുടെ സ്ക്വയർ എടുത്തു, അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ആളെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇവരെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നാ കാണിക്കണ്ടേ? മൂന്നാമത്തെ ആളുടെ സ്ക്വയർ കിട്ടുമെന്ന് കാണിക്കണം അല്ലെ? 3 സ്ക്വയർ, അതായത് മൂന്നാമത്തെ ആളുടെ സ്ക്വയർ കിട്ടുമെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, ഇവിടെ എന്താ ഉള്ളത്? 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അതില് ആദ്യത്തെ ആളുടെ സ്ക്വയർ എടുക്കുന്നു, അതിന്റെ കൂടെ രണ്ടാമത്തെ ആളെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് ആഡ് ചെയ്യുന്നു. അത് മൂന്നാമത്തെ ആളുടെ സ്ക്വയർ എടുത്തതിനോട് ഈക്വൽ ആണ് എന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഓൾജിബ്ര യൂസ് ചെയ്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരത്ത് നമുക്ക് എന്താ വേണ്ടേ? ഈ നമ്പേഴ്സ് ഒക്കെ എക്സിന്റെ ടേംസിലേക്ക് മാറ്റണം അല്ലെ? അപ്പൊ എന്തായിരിക്കും നമ്മുടെ നമ്പേഴ്സ്? കോൺസിക്യൂട്ടീവ് 3 നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടേ. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ നമ്പറിന് എക്സ് ആയിട്ട് മിസ് എടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി 2 നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 ആയിരിക്കും. നമുക്ക് എന്താ വേണ്ടത്? ആദ്യത്തെ ആളുടെ സ്ക്വയർ വേണം അല്ലെ? അതായത് എക്സിന്റെ സ്ക്വയർ. ഇതിനോടുകൂടി എന്താ ആഡ് ചെയ്യണ്ടേ? 4 × രണ്ടാമത്തെ ആള് അല്ലെ? രണ്ടാമത്തെ ആളെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ ആളാരാണ്? എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ 4 × x + 1. ഓക്കെ, 4 × x + 1 ചെയ്യാം.
ഓക്കെ, ഇത് എന്തിനോട് ഈക്വൽ ആണെന്നാ കാണിക്കണ്ടേ? മൂന്നാമത്തെ ആളുടെ സ്ക്വയറിനോട് ഈക്വൽ ആണെന്ന് കാണിക്കണം. മൂന്നാമത്തെ ആൾ ആരാണ്? എക്സ് പ്ലസ് 2 ആണ്. ഇതിന്റെ സ്ക്വയറിനോട് ഈക്വൽ ആണ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. എന്താ പ്രൂവ് ചെയ്യേണ്ടേ? എക്സ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയറിനോട് ഈക്വൽ ആണ് എന്ന് കാണിക്കണം. അപ്പൊ നമുക്ക് ആദ്യം ലെഫ്റ്റ് സൈഡ് ഒന്ന് ചെയ്ത് നോക്കാം. എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് അല്ലേ? അതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ എന്തായിരിക്കും വരുന്നത്? എക്സ് സ്ക്വയർ ഉണ്ട്, എക്സ് സ്ക്വയറിന് അതുപോലെ തന്നെ മിസ് എഴുതി, പ്ലസ് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ, അതിന് ഓപ്പൺ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്? 4നെ എക്സ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, 4നെ 1 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 4നെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4x എന്ന് കിട്ടും. പ്ലസ് എന്താ വരുന്നത്? 4നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അപ്പൊ നമ്മള് ഈ ലെഫ്റ്റ് സൈഡിലുള്ള പാർട്ടാണ് കണ്ടുപിടിച്ചത്. എത്രയായിട്ട്? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4. ഇനി റൈറ്റ് സൈഡിനുള്ളതിനെയും നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പൊ ഈ സെയിം തന്നെയാണോ നമുക്ക് കിട്ടുന്നത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എടുക്കാം. എങ്ങനെയാ? നമുക്ക് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയറിന്റെ ഫോമിലാണല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് ഇവരുടെ പ്രോഡക്റ്റ് എടുത്തതിന്റെ ട്വൈസ്, ദാറ്റ് മീൻസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2. എന്താ കിട്ടുന്നത്? എക്സ് സ്ക്വയർ ഉണ്ട്, അതുപോലെ തന്നെ എഴുതാം. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്, പ്ലസ് ഇവിടെ ഒരു 2 ഉണ്ട് അല്ലേ? 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 4 ആയിട്ട് മാറും. പിന്നുള്ളത് എക്സ് ആണ്. അപ്പൊ 4x എന്ന് നമ്മൾ എഴുതി. ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 4x മിസ് ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. അപ്പോൾ 4x പ്ലസ് 4 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അത് ഓർഡർ ഒന്ന് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ, രണ്ടും സെയിം തന്നെയാണ് അല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കേ, എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ചെയ്തപ്പോ നമുക്ക് എന്താ കിട്ടിയത്? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 എന്ന് കിട്ടി. അതുപോലെ എക്സ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 1 ചെയ്തപ്പോ നമുക്ക് എന്താ കിട്ടിയത്? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 തന്നെ കിട്ടി. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഈക്വൽ അല്ലേ? ദാറ്റ് മീൻസ് നമുക്ക് എന്താ പറയാൻ പറ്റുന്നേ? എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 1ഉം എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയറും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. അതായിരുന്നല്ലേ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്? ആണല്ലേ? അപ്പോൾ 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇവിടെ കിട്ടിയത്? ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയറിനോട് കൂടി രണ്ടാമത്തെ നമ്പറിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആഡ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുന്നത്? മൂന്നാമത്തെ നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ?